ഞാനൊരു ഫംഗ്ഷന് പോയി. അപ്പോ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്താന്ന് വെച്ചാല് അവിടെ മൊത്തത്തില് കറണ്ട് അങ്ങോട്ട് പോയി, ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോ ഇത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ഉണ്ട്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡന്റ്. ഓക്കെ, അപ്പോ ആളോട് പറഞ്ഞതൊന്ന് നോക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ചോദിച്ചു. അപ്പോ ഈ ആളെന്താ ചെയ്തെച്ചോ മടിച്ചിട്ട് മാറി നിന്ന്, എന്താണെന്നറിയില്ല, മാറി നിന്ന്. ഓക്കെ, അപ്പോ ഈ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് വന്നത് ഈ വീടിന്റെ തൊട്ടടുത്തുള്ള ആള് വന്നിട്ട് നോക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ആള് പോയി ഫംഗ്ഷന് നല്ല വൃത്തിക്ക് നടന്നു. അപ്പോ ഇതിന്ന് എനിക്ക് എന്താണ് മനസ്സിലായത്? ഇപ്പോ വേറെ ഒന്നല്ല, അത് സ്കില്ലാണ് അവിടെ കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക്, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആ ഒരു വ്യക്തിക്ക് പ്രാക്ടിക്കൽ സ്കില്ല് കിട്ടാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടെ മാറി നിൽക്കുക എന്നുള്ളത്. ആൾക്ക് തിയറി ബേസ്ഡ് നല്ല നോളജ് ഉണ്ടാവും, പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ്, അതാണ് ആ വീട്ടിന്റെ അടുത്തുള്ള ആ അയൽവാസിലെ, അങ്ങനെയല്ല പറഞ്ഞത്, ആ അയൽവാസിക്ക് എന്താക്കിയത് കിട്ടിയത്. അതായത് ഒരു ഡിഗ്രി പോലും ഇല്ല, പക്ഷെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഇതിപ്പോ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇന്നത്തെ സിലബസിൽ എന്തില്ല, പ്രാക്ടിക്കൽ സ്കില്ലില്ല എന്നുള്ളത്. ശരിക്കും പ്രാക്ടിക്കൽ സ്കില്ലിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ ഞാൻ പഠിക്കുന്നതിൽ എനിക്കുള്ള സിലബസിൽ കുറേ കാര്യങ്ങൾ പ്രോഗ്രാമിങ് കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിങ് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ലാബിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ചെയ്യുന്നത്, മീൻസ് എൻ്റെ കൂടെ ഉള്ള പഠിക്കുന്ന ആൾക്കാർ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ബൈഹാർട്ട് ആക്കിയിട്ടാണ് കയറി ചെല്ലുന്നത് ലാബിലേക്ക്. ഇതിലുള്ള പ്രശ്നം എന്താണ്? ഒരു ശരിക്കും അവിടെ പ്രോഗ്രാമിങ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം, എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടി അത് കംപ്ലീറ്റ് ആക്കാനാണ് നോക്കുന്നത്, അതോ മനപ്പാടാക്കി പഠിച്ചിട്ട് ആ ടീച്ചറെ ബോധിപ്പിക്കുക എന്നുള്ളതാണോ ചെയ്യുന്നത്? ഇത് ഇങ്ങനെ മനപ്പാടാക്കി ചെയ്യുമ്പോൾ ആളുകളിൽ എന്താണില്ല, മീൻസ് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് വർക്ക് ചെയ്യുന്നില്ല. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമേഴ്സിനുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും, അതായത് ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പഠിക്കുന്നത്, മീൻസ് ആ ചിന്തിക്കുന്നതിന് പറയുന്നതാണെന്ത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് വർക്ക് ചെയ്യാതെ ഇവർ പിന്നെ എന്താക്കാൻ, മീൻസ് ഒരു ഭാവിയിൽ ഒരു വലിയ ഡെവലപ്പർ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് എന്താക്കാൻ പറ്റൂല, ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഐഡിയ കിട്ടൂല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ സിലബസിൽ മെയിനായിട്ട് പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് തിയറി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് പ്രാക്ടിക്കലിലേക്ക് വരണം, അതെന്താക്കണില്ല, പ്രാക്ടിക്കൽ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസും പറയുന്നില്ല. അതന്നെ. അപ്പോ കാലം മാറിക്കൊണ്ട് നിൽക്കാണ്, അതിന്റെ കൂടെ തന്നെ സിലബസും മാറണം അല്ലേ? അതെന്തായാലും വേണം. കാരണം ഞാനിപ്പോ പറഞ്ഞില്ലേ, കൈനസറ്റിക് ലേണിംഗ്, അതായത് ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സ്, തിയറി ബേസ്ഡ് ഉള്ളത് വേണ്ടാന്നല്ല, തിയറി അതിന് ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ കൂടി കൂടുതൽ എന്താക്കണം, പ്രാക്ടിക്കൽ സ്കില്ലിലേക്ക് വരണം. ഓഫ് കോഴ്സ് ഇറ്റ് ഡസ് മാറ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അപ്ഡേഷൻസിന്റെ കാലമാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ സിലബസിലും അപ്ഡേഷൻസ് വരണം. ഇപ്പോൾ പാരൻസ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഫ്യൂച്ചറിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ സിലബസിലും അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരണം. അത് ശരി തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കുട്ടികളെ ഫ്യൂച്ചറിലേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫ്യൂച്ചറിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സിലബസ് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, കുട്ടികളെ ഫ്യൂച്ചറിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്റ് സിറ്റുവേഷൻ, ജോബ് മാർക്കറ്റിംഗ്, ഇപ്പോൾ കുറേ വീഡിയോസ് കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ പ്രസന്റ് ജോബ് മാർക്കറ്റിലേക്ക് ആൾക്കാർക്ക് എന്താക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോലി കിട്ടാത്ത അവസ്ഥകൾ. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പേരില്ല. കാരണം തിയറി കുറേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട് വെച്ചിട്ട് അത് എക്സ്പീരിയൻസ് ആവില്ല. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം, അവർക്ക് പ്രാക്ടിക്കലായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കാര്യം എന്താണ് ശരിക്കൊരു മാറ്ററാണ്. ഫിർസുലെ, നമ്മുടെ എഡ്യൂക്കേഷനിൽ എത്രത്തോളം ടെക്കിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിക്കുന്നു? ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠനം വളരെ ഈസി ആക്കാൻ പറ്റും. അത് എനിക്കൊരു എക്സാമ്പിൾ തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഈ മാത്സ്, അതിന് 3D ഇമേജസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ബോർഡിൽ വരച്ചാണ് പഠിപ്പിക്കുക. അപ്പോൾ ഈ ബോർഡിൽ വരയ്ക്കുമ്പോൾ ആ ഒരു ഷേപ്പ് ഫസ്റ്റ് കാണുമ്പോൾ നമുക്കെന്താ തോന്നും, എന്താണ് ഇപ്പോൾ ഇതെന്നുള്ളത്. മറിച്ച് അതൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിൽ, അതായത് ഒരു പ്രൊജക്ടർ കാര്യങ്ങൾ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് കുട്ടികളെ മനസ്സിൽ എന്തുണ്ടാവും,
ആ ഒരു പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇമേജ് കുട്ടിക്ക് ഇനി എക്സാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പഠിക്കുമ്പോഴൊക്കെ ആ ഒരു ഇമേജ് ആലോചിച്ചാൽ മതി, അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്രോസ് സെക്ഷനും അത് എഡ്ജ് അപെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടീച്ചർമാർക്ക് വരയ്ക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് വരച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ കൂടി ഒന്നും കൂടി അടിപൊളിയാവുന്നതാണ് ഈ 3D ഇമേജസ് കാര്യങ്ങൾ നമ്മളെ വിഷ്വലി റെപ്രസെന്റേഷൻ ചെയ്യുന്നതാണ്. അതിപ്പോ ഇപ്പോൾ ഉള്ള സ്കൂളുകളിലൊക്കെ കൂടുതൽ സ്കൂളുകളിലും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത പ്രൊജക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതില്ലാത്ത സ്കൂളുകളും ഉണ്ട്. എന്നാലും ഉള്ള സ്കൂളുകളിലും ഇത് യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ചിലപ്പോ ടീച്ചേഴ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ടീച്ചേഴ്സിന് കറക്റ്റ് ഒരു ട്രെയിനിങ് അതിന് കൊടുക്കണം. ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് അത് സ്കൂളിലുള്ള കാര്യമാണ്, കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ടെക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു നോട്ട്ബുക്കിലുള്ള റിസോഴ്സ്, അതായത് നമുക്ക് പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാ ഇൻഫർമേഷൻസും വിരൽത്തുമ്പിലാണ്, അതായത് നമ്മൾ ഇൻ്റർനെറ്റ്. അപ്പോൾ ഈ ഒരു ഇൻ്റർനെറ്റിലൂടെയാണ് കുട്ടികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെയാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയ കാര്യം അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യം അപ്പം തന്നെ ഇൻ്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻസ് അവിടെ വരുന്നില്ല. എഡ്യൂക്കേഷൻ്റെ മുകളിൽ കുട്ടികൾക്കൊന്നും കൂടി വാസ്റ്റായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും മനസ്സിലാക്കി പഠിക്കാനും പറ്റും. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് എനിക്ക് തോന്നിക്കും പേഴ്സണലി. അതൊക്കെ ശരിയാണ്. പക്ഷേ കുട്ടികൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി കൊടുക്കണം. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിയാണ്. നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി കുറെ സംസാരിച്ചല്ലോ. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മളെ കരിക്കുലത്തിൽ കൊണ്ടുവരാൻ? ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്നത് ബൈജൂസ് ഒക്കെ ചെയ്ത പോലെ ഒരു ടാബ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ തന്നെ കുറെ കാര്യങ്ങൾ ഈസി ആവും. അപ്പോൾ ഈ ഒരു ടാബ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇത് സ്കൂളിന്റെ അണ്ടറിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം. അതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ടീച്ചേഴ്സിനായാലും അവിടെയുള്ള ആളുകൾക്ക് അനലൈസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ ഇതിലൂടെ തന്നെ കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് വാസ്റ്റ് ഇൻഫോർമേഷൻ ആണ്. കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ റിസർച്ച് ചെയ്തിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മീഡിയ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി കിട്ടാണ് കുട്ടികൾക്ക്. അത് നല്ലൊരു പോയിന്റാണ്. അപ്പോൾ അതേമാതിരി എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി റിയൽ വേൾഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റിയൽ വേൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം ക്ലാസ് റൂമിൽ കുട്ടികളിലേക്ക് എന്താക്കാം എത്തിക്കാം. അത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടിയും ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും കുട്ടികൾക്ക് എന്താക്കും ഡെവലപ്പ് ചെയ്യും. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് തീരെ കാണാത്തൊരു കാര്യമാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും കുട്ടികൾക്ക് നേരിടാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രൊജക്ടേഴ്സ് കാര്യങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതേ പിന്നെ ഫീൽഡ് ട്രിപ്സ് കാര്യങ്ങൾ എടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്ര കോട്ടകളി കഴിയുമ്പോഴൊക്കെ ഒരു ഫീൽഡ് ട്രിപ്പ്, അതായത് റിയൽ വേൾഡ് പുറത്തുള്ള കാര്യങ്ങൾ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് അതിൽ ആ ഒരു ലെവലിലേക്ക് എന്താക്കാൻ പറ്റും സിലബസ്. മെയിനായിട്ട് കുട്ടികൾക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വാല്യുബിൾ ആയിട്ടുള്ള നോളജ് ആകുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് ഒന്നും കൂടി ബെറ്റർ ആയിട്ട് മീൻസ് കുട്ടികളൊന്നും കൂടി ഫ്യൂച്ചറിൽ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്കൊരു തോന്നലുണ്ടായത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മളെ ഈ ഒരു സിലബസ് കാര്യങ്ങളിൽ ഒരു ചേഞ്ച് വരുന്നതിലൂടെ വലിയൊരു മാറ്റം തന്നെ എന്താക്കാൻ പറ്റും, കുട്ടികളെ ഫ്യൂച്ചറിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു വലിയ ഇമ്പാക്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും. യെസ് യെസ്.